നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എന്നും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും തർക്കങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ 2-3 മാസമായി ഏറെയൊന്നും ചർച്ച ചെയ്യപ്പെടാതിരുന്ന ഒന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ കഥകൾ. സ്ത്രീ കഥകൾ എന്ന് പറഞ്ഞാൽ പെണ്ണ് കേസ് എന്ന് പറയുന്നതാവും കുറച്ചുകൂടെ ഭാഷാശുദ്ധിക്ക് നിരക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ കുറേ കാലം ഏകദേശം 10-38 ദിവസം അകത്തിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. അകത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ ചില ചടങ്ങുകളാണ്, എന്നാൽ അതല്ലാതെ മാറി എന്നുകൊണ്ട് അകത്തിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി നിരവധി സ്ത്രീ പരാതികൾ ഉയർന്നു വരികയും സ്ത്രീപക്ഷ പരാതികൾ ഉയർന്നു വരികയും പലരെയും ഈ ഭ്രൂണഹത്യയ്ക്ക് പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. ഭ്രൂണഹത്യ എന്ന വാക്ക് കൃത്യമായി മനഃപൂർവ്വം ഉപയോഗിച്ചതാണ്. ഗർഭഛിദ്രം എന്നതിനേക്കാൾ നല്ലത് ഭ്രൂണഹത്യ എന്ന് തന്നെയാണ് കുറച്ചുകൂടെ നല്ല വാക്ക്. അപ്പോൾ അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു. പലർക്കും നിർബന്ധിതമായി പില്ലുകൾ വാങ്ങിക്കൊടുത്തു. പിൽ മീൻസ് ഗുളികകൾ വാങ്ങി നൽകുകയും ഒക്കെ ചെയ്തു. പിന്നീട് ഇത് കൂടാതെ ബംഗളൂരു തുടങ്ങിയ ഭാഗങ്ങളിൽ കൊണ്ടുപോയി അവിടുത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഈ ഭ്രൂണഹത്യയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു എന്നതടക്കമുള്ള വിശദമായ പരാതികളായിരുന്നു ഈ കാലങ്ങളിലൊക്കെ ഉയർന്നു കേട്ടുകൊണ്ടിരുന്നത്. ഇതിന് ഉപോത്ബലകമായി നിരവധി ഓഡിയോ ക്ലിപ്പുകൾ, അതോടൊപ്പം നമ്മുടെ ഈ പറയുന്ന ടെലഗ്രാം ചാറ്റിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട്സ്, വാട്സപ്പ് ചാറ്റുകളുടെയൊക്കെ സ്ക്രീൻഷോട്ട്സ്, ഇതൊക്കെ പുറത്തേക്ക് ധാരാളമായി പ്രവഹിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് വന്നു. ഇതൊരു സാമൂഹ്യ പരിതസ്ഥിതിയിൽ നിന്നുകൊണ്ട് വലിയ ചർച്ചകളിലേക്ക് പോയപ്പോൾ സ്വാഭാവികമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി നടപടി എടുത്തേ മതിയാകൂ എന്ന ഒരു വിഷമവൃത്തത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മാറി. അപ്പോൾ ഈ പീഡന ആരോപണങ്ങളുടെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് റിനി ആൻ ജോർജ് എന്ന് പറയുന്ന പറവൂർ സ്വദേശിനിയായ ഒരു യുവതി നടത്തിയ ചില വെളിപ്പെടുത്തലിനെ തുടർന്നിട്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തി. അതിനു മുൻപ് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില പരാതികൾ അങ്ങിങ്ങി ഉയർന്നിരുന്നു. പ്രധാനപ്പെട്ട ആരോപണം ഒരു മാധ്യമപ്രവർത്തകയായ യുവതിയുമായി നടത്തിയ അവിഹിതമായ ബന്ധത്തെക്കുറിച്ചും ആ ബന്ധത്തിൽ പിന്നീട് ആ കുട്ടി ഗർഭവതിയാകുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച നടക്കുകയും അതിനെയൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷ്കരണം തള്ളിക്കളയുകയും ചെയ്ത സാഹചര്യത്തിലാണ് റിനി ആൻ ജോർജ് എന്ന് പറയുന്നത് ഹൂ കെയേഴ്സ് എന്ന് പറയുന്ന ഒരൊറ്റ ടാഗ് ലൈൻ കൊണ്ടാണ് എല്ലാത്തിനെയും രാഹുൽ മാങ്കൂട്ടത്തിൽ വായടപ്പിച്ചത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ശരിക്കും ഈ റിനി ആൻ ജോർജ് എന്ന് പറയുന്ന യുവതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനൊരു പരാതിയുമായി രംഗത്തേക്ക് വരുന്നത്. അതിനുശേഷം ഈ മാലപ്പടക്കത്തിന് തിരികൊളുത്തുന്ന പോലെ 1 by 1 എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് രാഹുലിനെതിരായിട്ടുള്ള പരാതികളുടെ ഒരു മഹാപ്രവാഹം മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടേയിരുന്നു. ചില മാധ്യമങ്ങൾ മനഃപൂർവ്വം രാഹുലിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് ഇതെല്ലാം എന്നൊരു പക്ഷം. ഇതല്ല, VD സതീശനെ പോലെ ഒരു നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളർച്ച കണ്ട് പൂർണ്ണമായി അസൂയാലുവായി രാഹുലിനെ തകർക്കാൻ വേണ്ടി VD സതീശൻ മനഃപൂർവ്വം ഈ റിനി ആൻ ജോർജിനെ, പറവൂർകാരി ആയതുകൊണ്ട് തന്നെ റിനി ആൻ ജോർജിനെ രംഗത്തേക്ക് ഇറക്കിയതാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു. ചില മാധ്യമങ്ങൾക്ക് പണം, അതായത് സാമൂഹ്യ മാധ്യമങ്ങൾ, യൂട്യൂബ് ചാനലുകൾക്ക് പണം നൽകിക്കൊണ്ട് ഈ സതീശനെതിരായിട്ട് കഥകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചു തുടങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രമൊക്കെ എടുത്ത് അലക്കിക്കൊണ്ടാണ് പലപ്പോഴും ഈ കഥകൾ ഇങ്ങനെ മെനഞ്ഞുകൊണ്ട് വന്നത്. അപ്പം ഇങ്ങനെ അദ്ദേഹത്തിന് ചില ഇരട്ടപ്പേരുകൾ, കേക്കച്ചൻ തുടങ്ങിയ ഇരട്ടപ്പേരുകൾ വിളിച്ചു. ചില സംഗീശൻ, അത് പിന്നെ CPM-കാർ പൊതുവെ വിളിക്കുന്ന ഒരു പേരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പേരുകളൊക്കെ പുറത്തേക്ക് വരികയും പഴയ ലാബർട്ട സ്കൂട്ടറിനെ കുറിച്ചും പിന്നീട് അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പെണ്ണുപിടിയെക്കുറിച്ചും ഒക്കെയുള്ള കഥകൾ ഇങ്ങനെ നിരന്തരം മാധ്യമങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ യൂട്യൂബർമാർ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന യൂട്യൂബർമാർ ഇതിങ്ങനെ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോഴാണ് ഈ രാഹുൽ മാങ്കൂട്ടം നടത്തിയിട്ടുള്ള ചില ഇടപെടലുകളുടെ സത്യാവസ്ഥ ചില ഓഡിയോ ക്ലിപ്പിങ്ങുകളായി പുറത്തേക്ക് വരുന്നത്. അതിൽ ഒരാൾ ഒരു മാധ്യമപ്രവർത്തകയാണ്. ആ മാധ്യമപ്രവർത്തകയെ ഈ പറയുന്ന പോലെ ഭ്രൂണഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളാണ് പുറത്തേക്ക് വന്നത്. പക്ഷേ അതിനുശേഷം രാഹുൽ ഈ പറയുന്ന VD സതീശനെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് എത്തുന്നു. 38 ദിവസത്തെ അജ്ഞാതവാസത്തിന് ശേഷമൊക്കെ വരികയും നിയമസഭയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത് പിന്നീട് മടങ്ങിപ്പോകുന്നു. ഇതെല്ലാം കോൺഗ്രസിൻ്റെ നിലവിലുണ്ടായിരുന്ന നേതൃത്വത്തോടുള്ള വെല്ലുവിളിയാണ് എന്ന് നമുക്കറിയാം. നിലവിലുണ്ടായിരുന്ന നേതൃത്വം എന്ന് പറയുന്ന പ്രയോഗം നടത്തിയത് ഇപ്പോൾ ആ നേതൃത്വത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ലാത്തത് കൊണ്ടാണ്. പകരം മറ്റൊരു നേതൃത്വം, ശരിയായ നേതൃത്വമായി മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടായതുകൊണ്ടാണ് അപ്പോഴത്തെ നേതൃത്വം ആയിരുന്ന എന്ന് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ പെട്ടെന്ന് ഈ രാജിയും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് വരുന്നു. പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അകത്തേക്ക് പോകുന്നു. പിന്നെ ഏറെക്കാലത്തെ ആ ഒരു അജ്ഞാതവാസത്തിന് ശേഷം നിയമസഭയ്ക്ക് ശേഷം പിന്നീട് പാലക്കാട്, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണ്ണമായും അതിലങ്ങ് ആക്റ്റീവായി മാറി എന്നുള്ളതാണ്. എൻ്റെ സംശയം, എന്തിന് VD സതീശന് ഇക്കാര്യത്തിൽ വേട്ടയാടണം എന്നുള്ളതാണ് മനസ്സിലാകാത്ത ഒരു കാര്യം.
വി.ഡി. സതീശനാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളതിന് തെളിവ് ഈ പറയുന്ന ഏതെങ്കിലും മാധ്യമപ്രവർത്തകരുടെ കയ്യിലുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ വെർഷൻ. മറ്റത് മാനുഷികമായ ഒരു വെർഷനാണ്. അതായത് ഈ പല പെൺകുട്ടികളും അവരുടെ ചിലർ കുടുംബവുമായി ജീവിക്കുന്നവരാണ്, ചിലർക്ക് അതും കാരണം കുടുംബം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. പിന്നെ തന്നെയുമല്ല, നമ്മുടെ ഈ കോൺഗ്രസിൽ തന്നെയുള്ള ഒരു മുതിർന്ന നേതാവ്, അദ്ദേഹം ഒരു എക്സ് MP ആണ്. അദ്ദേഹത്തിൻ്റെ മകളുമായി ഇദ്ദേഹം പുലർത്തിയിട്ടുള്ള അവിഹിതമായ ബന്ധം. അതിനുശേഷം ഈ വെള്ളായണിയിൽ ഒരു വാർ റൂം എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു വീട് വാടകയ്ക്ക് എടുക്കുകയും ആ വീട്ടിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെ മകളെ അവിടെ കൊണ്ടുവരികയും അങ്ങനെ ഒരു പോക്സോ കേസിൻ്റെ ആരോപണ വിധേയൻ കൂടിയാണ് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പലയിടത്തു നിന്ന് നിരവധിയായ പരാതികളാണ് ലഭിക്കേണ്ടിയിരുന്നത് രാഹുലിനെതിരായി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാളുടെ പുതിയൊരു ഓഡിയോ ക്ലിപ്പ് പുറത്താവുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു പെൺകുട്ടിയോട് പറയുകയാണ്, നീ പ്രഗ്നൻ്റ് ആവുന്നത് എനിക്ക് കാണണം എന്നൊരാൾ പറയുകയാണ്. അതായത് ഒരു പെൺകുട്ടിയെ പ്രഗ്നൻ്റ് ആക്കുന്നത് പുരുഷത്വത്തിൻ്റെ ഏതോ മകുടോദാഹരണമായിട്ട് ഈ പറയുന്ന ഒരാൾ കാണുന്നുണ്ടോ എന്നറിയില്ല. ഒരു പെൺകുട്ടിയെ പ്രഗ്നൻ്റ് ആക്കുന്നതിലല്ല, ആ പ്രഗ്നൻസിയെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കുന്നതാണ് പുരുഷത്വത്തിൻ്റെ ഏറ്റവും വലിയ ഉദാത്തമായ മാതൃക എന്നാണ് പൊതുവെ നമ്മൾ ചിന്തിക്കപ്പെടുന്നത്. എന്നിട്ട് അത് പറഞ്ഞതിന് ശേഷം ആ പെൺകുട്ടി എടുക്ക പറയാം, ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ നിഷ്കരണം അതിനെ എങ്ങനെയെങ്കിലും ആ ഭ്രൂണഹത്യക്ക് ആ പെൺകുട്ടി വിധേയയാവണം എന്നുള്ള തരത്തിലേക്ക് അതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ സ്വാഭാവികമായും പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ ഒരു പെൺകുട്ടിക്കുണ്ടാകാവുന്ന അസ്വസ്ഥതകളെക്കുറിച്ച് പോലും ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയുമ്പോൾ ഇതൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി എന്തോ ഡ്രാമ കളിക്കുകയാണ് എന്ന് വരെ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാം. എന്നാൽ രാഹുൽ മാങ്കൂട്ടം ചെയ്യേണ്ട കാര്യങ്ങൾ നിരവധിയുണ്ട്. ഈ ഓഡിയോ ക്ലിപ്പ് എൻ്റേതല്ല, ഞാനല്ല ആ സംസാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുരംഗത്തേക്ക് വരികയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ടിയിരുന്നത്. ഈ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുണ്ട് എന്ന് പറയുന്ന പോലെ ഈ ചെയ്തികളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി ആളുകൾ, സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം നിരവധി ആളുകളുണ്ടെന്നേ. ഈ കഥകൾ വന്നിരുന്നത് ഇങ്ങനെ ഒരു പ്രൊഫൈൽ ഇല്ലാത്ത, അതായത് പൊളിറ്റിക്കൽ ഇമേജ് ഇല്ലാത്ത, ഒരു ചെറുപ്പക്കാരനല്ലാത്ത, മറ്റു ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് വന്ന, പോട്ടെ ഇതൊന്നും വേണ്ട, ഇത്രയ്ക്ക് ഒരു വെൽ നോൺ അല്ലാത്ത ഒരാളുടെ ഭാഗത്ത് നിന്നാണ് ഇത്രയും സ്ത്രീകളിൽ നിന്ന് ഇങ്ങനെ ഒരു തെളിവുകൾ അടക്കം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അയാളെ നമ്മൾ എന്തായിരിക്കും വിളിക്കുക? സ്വാഭാവികമായും അയാൾക്ക് നമ്മളൊരു പേര് കൽപ്പിച്ചു കൊടുക്കും. അയാളൊരു ക്രിമിനലാണ് എന്ന് നമ്മൾ സ്വാഭാവികമായും വിധി എഴുതും. ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞ ഗോവിന്ദച്ചാമി നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. ഇതുപോലെ സ്ത്രീ പീഡനം എന്ന് പറയുന്ന കേസുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഗോവിന്ദച്ചാമി കൊലപാതകയാണ് എങ്കിൽ തന്നെയും ഈ പറയുന്ന ഭ്രൂണഹത്യ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കൊന്നും ഗോവിന്ദച്ചാമി പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു അറിവ്. ഇനി അറിയില്ല, നമുക്ക് ഗോവിന്ദച്ചാമിയുടെ ഒരു പരിപൂർണമായ ഒരു ചരിത്രവും നമുക്കറിയാൻ വയ്യാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ അവകാശപ്പെടാൻ കഴിയില്ല എങ്കിൽ തന്നെയും ഇവിടെ അങ്ങനെ അല്ല. ഒരു പെൺകുട്ടിയുമായി ചങ്ങാത്തം കൂടുക, അത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ടെലഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ ആപ്പുകളിലൂടെ ആ പെൺകുട്ടിയുമായി ചങ്ങാത്തം കൂടുന്നു, പിന്നീട് അതിനെ പറഞ്ഞ് തൻ്റെ വശത്തേക്കാക്കുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം മനോഹരമായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ ഒരു കഴിവുകൊണ്ട് തന്നെ പൂർണ്ണമായും ഒരു കാര്യത്തെ വിശ്വസിപ്പിച്ചെടുക്കാൻ പറ്റും. ഒരു കള്ളം തന്നെ അതിനെ 100% വിശ്വസനീയമായ തരത്തിൽ അവതരിപ്പിക്കാനുള്ള ശേഷി ശരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാകാം, അതിൽ പെൺകുട്ടികൾ വലയിലായിട്ടുണ്ടാകാം. അപ്പോൾ അതിൽ നിന്ന് ഈ പറയുന്ന തൻ്റെ ശാരീരിക സുഖത്തിന് വേണ്ടി ഇവരെ ഉപയോഗിച്ചിട്ടുണ്ടാകാം. പിന്നീട് ഇതുപോലെ അല്ലെങ്കിൽ അങ്ങനെ വരാത്തവരെ താൻ വിവാഹം ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന വിവാഹ വാഗ്ദാനം നൽകി ഈ രീതിയിലേക്ക് തൻ്റെ വരുതിയിലേക്കാക്കിയിട്ടും ഉണ്ടാകാം. ഇതൊക്കെയാണ് ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇതെല്ലാം എങ്ങനെ ഇല്ലാതാകുന്നു എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. ഒരുപക്ഷെ ഇവരെല്ലാം സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടോ അല്ലെ സാമ്പത്തികമായി എന്തെങ്കിലും അവരെ വീഴ്ത്തിക്കൊണ്ട് സെറ്റിൽമെൻറ്റിലേക്ക് പോയതാവാനുള്ള സാധ്യതകളുണ്ട്. ഇനി അതല്ല, കുടുംബത്തെ അടക്കം വെച്ച് ഇല്ലാതാക്കിക്കളെ എന്ന് പറയുന്ന ഒരു ഭീഷണി അതിൻ്റെ പിന്നിലുണ്ടായിരുന്നോ? ഇനി സാമ്പത്തികമായിട്ട് കൊടുത്തതാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും, എവിടെ നിന്നാണ് ഈ സാമ്പത്തികം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകുക, ഇതിൻ്റെ സോഴ്സസ് എന്താണ് എന്ന് തുടങ്ങിയ അന്വേഷണങ്ങളും ഇതിൻ്റെ പരിധിയിൽ ഉൾപ്പെടേണ്ടതാണ്. അതായത് ഇങ്ങനെ ഒരു ആരോപണത്തിൻ്റെ നിജസ്ഥിതി, അതായത് നമ്മൾ മറ്റൊരു വശം ചിന്തിച്ചാൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് പെൺകുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യനെതിരായി, ഒരു വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെതിരായി നിരന്തരം പരാതികൾ ഉന്നയിക്കുന്നു നിരവധി പെൺകുട്ടികൾ. അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി അറിയണം. ഈ നിജസ്ഥിതി അറിഞ്ഞെങ്കിൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് അല്ലയോ എന്ന് നമുക്ക് വിധിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാത്തിടത്തോളം ഇതിനെ ഒരു ആരോപണം എന്നുള്ള നിലയിൽ ഡീഫെയിം ചെയ്യുക എന്ന് പറയും. അതായത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അസാസിനേഷൻ, വ്യക്തിഹത്യ നടത്തുക എന്നുള്ളതാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടി വരിക.
അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ അതല്ല അവരുടെ ഉദ്ദേശമെങ്കിൽ തീർച്ചയായും അവർ നിയമപരമായി മുന്നോട്ട് പോകേണ്ടതല്ലേ? അതെ. ഇനിയും ഇവർ ഉയർത്തി വരുന്ന പരാതി അങ്ങനെ പിന്നെ ഈ ക്യാരക്ടർ അസാസിനേഷൻ അല്ലെങ്കിൽ ഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ സമീപിക്കാവുന്നതാണ്, ഡിഫമേഷൻ ഫയൽ ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ രണ്ട് കൂട്ടരും ഈ രീതിയിൽ, അതായത് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ ഒരു ഡിഫമേഷൻ ഫയൽ ചെയ്തിട്ട് നമുക്കറിയില്ല. കാര്യം ആരാണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചത് എന്ന് കൃത്യമായി അറിയാം. അതോടൊപ്പം രണ്ട് മാധ്യമങ്ങളിൽ, അതായത് പിന്നെ ന്യൂസ് മലയാളത്തിലും അതോടൊപ്പം ഈ പറഞ്ഞ റിപ്പോർട്ടർ ചാനൽ, ഈ രണ്ട് ചാനലുകളിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ രീതിയിലാണ് വാർത്തകൾ വന്നത്. എന്നിട്ട് ഈ ചാനലുകൾക്കെതിരെ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഡിഫമേഷൻ ഫയൽ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? അങ്ങനെ അതിനകത്ത് വാസ്തവമില്ലായിരുന്നെങ്കിൽ, ഇത്തരം റിപ്പോർട്ടുകൾ വാസ്തവമില്ലായിരുന്നെങ്കിൽ ഡിഫമേഷൻ ഫയൽ ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിലെ ഒരു മാധ്യമ പ്രവർത്തക ഈ പീഡിതയായ ഒരു പെൺകുട്ടിയെ പോയി കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്തതായും പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേ സാധനം തന്നെ അവർ ചാനലിലൂടെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിഫമേഷൻ ഫയൽ ചെയ്യാഞ്ഞത്? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അതിനുള്ള എല്ലാ പ്രിവിലേജും ഉണ്ട്. തനിക്കെതിരായി ഉയർന്നു വരുന്ന ഇത്തരം ആരോപണങ്ങൾ തൻ്റെ ഭാവി ജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും ദോഷകരമായി ബാധിക്കും. എൻ്റെ കുടുംബത്തെ പോലും അത് ബാധിക്കുന്നു. ഒരു അമ്മയും സഹോദരിയും ഒക്കെ അടങ്ങുന്ന ആ കുടുംബത്തെ പോലും അത് ബാധിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഡിഫമേഷൻ ഫയൽ ചെയ്യുന്നില്ല? അപ്പോൾ അറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൃത്യമായി അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ടല്ലോ, എൻ്റെ ശബ്ദമാണോ അല്ലയോ എന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാതെ ഒരു ശബ്ദരേഖ പുറത്തേക്ക് വിടുന്നു, എന്നിട്ട് ഈ ശബ്ദം നിങ്ങളുടേതാണോ എന്ന് ചോദിക്കുന്നതിൽ മര്യാദയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തത്? സ്വീകരിക്കാനുള്ള എല്ലാ പ്രിവിലേജും രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അത്ര തിരക്കിലൊന്നും അല്ലല്ലോ. പിന്നെ ഈ പറയുന്ന പോലെ ചാണകം ചാരിയ ചാണകം മണക്കും എന്ന് പറയുന്നൊരവസ്ഥയിൽ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഗതികേട്. വി കെ ശ്രീകണ്ഠൻ തന്നെ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇല്ലാന്നേ. പക്ഷേ വി കെ ശ്രീകണ്ഠൻ്റെ വീട്ടിലേക്ക് കയറ്റുന്ന ഒന്ന് സൂക്ഷിച്ചു വേണം എന്ന് മാത്രം. അതുപോലൊപ്പം തന്നെ ആ പാലക്കാടുള്ള സ്ത്രീകൾ ഒന്ന് ഭയക്കുന്നത് നന്നായിരിക്കും. കാര്യം ഇങ്ങനെയുള്ള ആളുകളുമായി സഹവർത്തിത്വം അത്രത്തോളം നല്ലതൊന്നുമല്ല. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണെങ്കിലും അല്ലെങ്കിലും. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഇവരെ കച്ച കെട്ടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നതാണ് എന്ന് പറയാൻ കഴിയുമോ? അത് നമ്മുടെ മുന്നിൽ സംശയാസ്പദം നിൽക്കും. അതുകൊണ്ടാണെങ്കിലോ ഇവരാരും മിണ്ടാതിരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയിട്ട്. ഇപ്പം ഈ കേസുകൾ ഉയർന്നു വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ. ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന മൈലേജ് അല്ല ഇപ്പോൾ ഉള്ളത്. അതായത് ഒരു വലിയ ഗ്രൂപ്പ് പ്രവർത്തകർ സതീശനെ തഴയുകയും സതീശനെ ഒറ്റപ്പെടുത്തുകയും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വലിയ ഐക്കണായി മാറുകയും ചെയ്തു. അങ്ങനെ നമുക്കിവിടെ സംശയിക്കാം. ഇതിനകത്ത് ഒരുപാട് ആംഗിളുകളിൽ നിന്നുകൊണ്ട് നമുക്ക് സംശയിക്കാൻ കഴിയും. തനിക്ക് വളരാൻ വേണ്ടിയിട്ട് ഇവർ എന്നിട്ട് പിന്നീട് അങ്ങ് നിഷേധിച്ചാൽ മതിയല്ലോ. ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അപ്പം ഉടനെ അടുത്ത ഒരു പൊളിറ്റിക്കലായിട്ട് ആരോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു തന്നെ നശിപ്പിക്കാൻ വേണ്ടി. അപ്പം സെൻറ്റിമെൻറ്റ്സ് അവിടെ വർക്കൗട്ട് ആവും. അതായത് ഈ പറയുന്ന പോലെ തൻ്റെ ഓഡിയോ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന തരത്തിൽ ഇതൊന്ന് പുറത്തു വിട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ മറ്റാരൊക്കെയോ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പേരുദോഷം വന്നു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു നേതാവ് സ്ട്രോങ് ആയി മാറുകയാണ് ഇവിടെ. അത്തരത്തിലുള്ള ആരോപണങ്ങളിലെ ഓവർകം ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോൺഗ്രസിനകത്ത് ഏകദേശം ഒരു 70% ആളുകൾ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്നവരാണ്, യൂത്തുകാരുൾപ്പെടെ. അതിലൊരു 30% മാത്രമാണ് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ. കോൺഗ്രസ് തന്നെ രണ്ടായി മാറിയല്ലോ, ശിഥിലീകരിക്കപ്പെട്ടല്ലോ. ഇതാണോ ഇനി അതിൻ്റെ പിന്നിലുള്ള ഒരു കുടിലതന്ത്രം? അതുകൊണ്ടായിരിക്കാം ഇവരാരും പരാതികളുമായി രംഗത്ത് വരാത്തത്. അതായത് ഈ പറയുന്ന പെൺകുട്ടികളെയെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ വളർച്ചയ്ക്കായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ വെപ്പൺ എന്നുള്ള നിലയിൽ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചു എന്ന തരത്തിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ ഈ ഒരു ആംഗിൾ കൂടി വേണമെങ്കിൽ നോക്കിക്കാണാം. പക്ഷേ ഒരു ശരാശരി മലയാളി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും ഇവിടുത്തെ സംസ്ഥാന സർക്കാർ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് ആവശ്യമാണ്. ഈ പറയുന്ന പരാതി കിട്ടിയില്ല, ബോധിച്ചില്ല, അല്ലെങ്കിൽ പരാതി അവർ തരുന്നില്ല എന്ന് പറയുന്ന ഒരു സ്ഥിരം ഒഴുക്ക് ന്യായത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്ന ഒരു ചോദ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. അതിന് ഫണ്ടിങ് നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഏത് തരത്തിലാണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഈ തെളിവുകൾ, ഈ വോയിസ് ക്ലിപ്പ് നിങ്ങളുടേതാണോ? ആണെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും അത് പരാതി എടുക്കുകയും ഭ്രൂണഹത്യ എന്ന് പറയുന്ന കുറ്റത്തിന് ഇവർക്കെതിരെ കേസും എടുക്കാവുന്നതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് അവരുടെ മുന്നോട്ട് പോകുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഇതൊരു വലിയ ചർച്ചാ വിഷയം മാറിക്കൊണ്ടിരിക്കും. നാളെയും ഇതുപോലെ നിരവധിയായ ഓഡിയോ ക്ലിപ്പുകൾ നാളെയും പുറത്തേക്ക് വരും. അപ്പോഴെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വിമണൈസർ ആണ് എന്നുണ്ടെങ്കിൽ വീണ്ടും ആൾ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും.
ഇനി അതല്ല, പുള്ളി വളരെ ക്ലീൻ ഇമേജ് ഉള്ള ഒരു വ്യക്തിയാണ്, പുള്ളിയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പറ്റം ആളുകൾ എന്ന് ചോദിച്ചാൽ ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ഒരു രാഷ്ട്രീയക്കാരൻ്റെ ജീവിതം തന്നെ അതോടുകൂടി ഇല്ലാതെയാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് നൂലാമാലകൾ ഇതിനകത്ത് ചുറ്റിപ്പറ്റി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കാര്യക്ഷമമായ ഒരു അന്വേഷണമാണ് ആവശ്യം. അത് സംസ്ഥാന സർക്കാർ മുന്നിട്ടിറങ്ങിക്കൊണ്ട് തന്നെ ഒരു അന്വേഷണത്തിലേക്ക് പോവുകയും ഈ നടപടിക്രമങ്ങളിലേക്ക് പോവുകയും വേണം. അതോടൊപ്പം തന്നെ ആ സാമ്പത്തികമായി എവിടെയെങ്കിലും പിന്നെ ഈ പറയുന്ന പോലെ അവരെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോഴ്സുകളെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാകണം. ഇപ്പം പി വി അൻവറൊക്കെ പെട്ട് നിൽക്കുന്ന പോലെ 14 കോടിയിൽ നിന്ന് 64 കോടിയിലേക്ക് പി വി അൻവറിൻ്റെ സ്വത്ത് വളർന്നില്ലേ എന്നൊക്കെ പറയുന്ന പോലെ എങ്ങനെ, എന്ത്, എപ്പോൾ, എവിടെ, ഒരുപാട് ചോദ്യങ്ങൾ ഇന്ന് മലയാളിയുടെ മനസ്സിലുണ്ട്. ആ മലയാളിയുടെ മനസ്സിൽ കിടക്കുന്ന അത്തരം ചോദ്യങ്ങൾ പുറത്തോട്ട്, അല്ലെങ്കിൽ അത് മാറ്റപ്പെട്ടുവെങ്കിൽ മാത്രമേ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ പെൺമക്കൾ സുഖകരമായി സമാധാനത്തോടു കൂടി ഇവിടെ ജീവിക്കൂ. അല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകരായ നമ്മുടെ ചേട്ടന്മാർക്ക് സ്വസ്ഥമായി വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയൂ എന്നുള്ളതാണ് വാസ്തവം. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.